on to Wakala. അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മൾ വർക്കലേക്ക് ട്രിപ്പ് പോവാണ്. ട്രിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ ട്രിവാൻഡ്രത്തിനാകെ ഹാഫ് ആൻ അവർ മാത്രമേ ഉള്ളൂ വർക്കല. അപ്പോൾ നമ്മൾ ട്രെയിനൊക്കെ പിടിച്ച് ജനറലിലൊക്കെ കയറിയിട്ടാണ് വർക്കലേക്ക് വിടുന്നത്. അവിടെ ചെന്ന പാടെ തന്നെ നമുക്കൊരു ഓട്ടോ കിട്ടി. ഓട്ടോയിൽ നിന്ന് ഏകദേശം 130 rupees ഉള്ളൂ വർക്കല വരെ. സോ നമ്മുടെ ഒരു പ്ലാൻ രാവിലെ പോയി രാത്രി തിരിച്ചു വരാനുള്ളതാണ്. ആദ്യം നമ്മുടെ പ്ലാൻ അനുസരിച്ച് വർക്കലയിലെ ഫേമസ് ഇന്ത്യ കഫേയിൽ പോകാനായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ക്ലിഫിന്റെ പകുതി എത്തിയപ്പോഴും അത് ഓർമ്മ വന്നത്. നമ്മൾ നേരെ കഫേ ഇറ്റാലിയനിലേക്ക് വിട്ടു. ഇവിടെ നമ്മൾ ഇതുപോലെ 3 വർഷം മുന്നേ ഒരു വർക്കല ട്രിപ്പ് വന്നതാ. അത് ശരിക്കും നമുക്ക് റിമൈൻഡർ വന്നപ്പോഴാണ് മനസ്സിലായത് സെയിം ഡേറ്റ് ആണ് നമ്മൾ വന്നിട്ടുള്ളത്, March 1. ഇപ്രാവശ്യം കുറച്ചധികം ചൂടുണ്ടായിരുന്നു. നമ്മൾ പുറത്തിരുന്ന് കാഴ്ചയൊക്കെ ആദ്യം കാണാന്ന് വിചാരിച്ചത്. പിന്നെ സഹിക്കാൻ പറ്റാണ്ട് നമ്മൾ ഉള്ളിലേക്ക് ഫാനുള്ള സ്ഥലത്ത് വന്നിരുന്നു. ഇവിടെ നമ്മൾ ചിക്കൻ ലസാനയും ഒരു ക്രീം ഓഫ് ചിക്കൻ സൂപ്പൊക്കെ വാങ്ങി, കുഴപ്പമുണ്ടായില്ല. പിന്നെ നമ്മൾ ജ്യൂസ് കുടിക്കാനായിട്ട് വേറൊരു കഫേയിൽ കയറി. അവിടെ ആപ്പിൾ ജ്യൂസും ചോക്ലേറ്റ് ജ്യൂസും പറഞ്ഞു. ചോക്ലേറ്റ് ഓറഞ്ച് മിക്സ് ആയിരുന്നു. എന്റെ മോനെ വായി വെക്കാൻ കൊള്ളത്തില്ല. ആപ്പിൾ ജ്യൂസ് വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ ക്ലിഫ് ഫുള്ള് കാണാനായിട്ട് ഇറങ്ങി. കുറേ ഷോപ്പുകൾ ഉണ്ട് കേട്ടോ. നമുക്കിപ്പം ബീച്ച് വെയർ റിലേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഫോറിനേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ട് നല്ല പൈസ ഓരോ സാധനത്തിനും. നമുക്ക് രണ്ടുപേർക്കും ബാർഗെയിൻ ചെയ്യാൻ തീരെ അറിയില്ല. ബാർഗെയിൻ ചെയ്യുന്നവർക്കാണെങ്കിൽ ചിലപ്പം നല്ല വില കുറഞ്ഞ് വാങ്ങിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് നമ്മൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ റിസോർട്ടും ഹോസ്റ്റൽസും ഒക്കെ നമുക്ക് ഈ ക്ലിഫിൽ കാണാൻ. നമ്മളൊരു ചെറിയ കപ്പലും കണ്ടു അങ്ങ് ദൂരെ. നല്ല നട്ടുവെച്ച സമയമായത് കാരണം അധികം ആൾക്കാരൊന്നും പുറത്തുണ്ടായില്ല. അത് കാരണം എക്സ്പ്ലോർ ചെയ്യാൻ നല്ല സുഖമുണ്ടായി. നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ബീച്ചൊക്കെ കണ്ട് കുറേ കഫേസ് ഉണ്ട്. ഡിഫറെന്റ് കഫേസ് ഉണ്ട്. നമ്മൾ 3 years മുന്നേ വന്നപ്പോഴത്തേക്ക് നമ്മളൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു കഫേ കയറിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായി. പക്ഷെ നമ്മൾ അതൊക്കെ കഴിക്കണമെന്ന് പ്ലാൻ ഉണ്ടായി. ഇവിടെ നിന്ന് തന്നെ ഈ 2 കടയിൽ നിന്ന് കഴിച്ചപ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് വയർ ഫുള്ളായി. രാത്രി തിരിച്ചും പോകണ്ടേ, നമ്മൾ സ്റ്റേ ഇല്ല. ഏകദേശം ഒരു ഈവനിങ് ആവാറായപ്പോൾ നമ്മളൊരു ചായ കുടിച്ചിട്ട് നേരെ ബീച്ചിലേക്ക് പോകാനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പം നമ്മൾ അവിടെ അടുത്തുള്ള ഒരു സീ വ്യൂ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിൽ കയറി. ഇവിടെ നമ്മൾ ചായ വാങ്ങി, കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും വാങ്ങി. നല്ല രസമുണ്ടായിരുന്നു ബീച്ച് നോക്കി ഇങ്ങനെ ഇരിക്കാനായിട്ട്. നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ അയവിറക്കി കുറേ നേരം ടൈം സ്പെൻഡ് ആക്കി. സൺസെറ്റ് ആവുന്ന ടൈം ആകുമ്പോൾ പോകാനായിട്ടായിരുന്നു നമ്മുടെ പ്ലാൻ. ഇല്ലെങ്കിൽ നമ്മൾ കരിഞ്ഞു പോകുന്ന വിഷമത്തിൽ ഇരിക്കുമ്പോഴായിരുന്നു നല്ല മഴ. സൺസെറ്റും പോയി, എല്ലാം പോയി. നമ്മൾ 3 വർഷം മുന്നേ വന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു സൺസെറ്റ് ആണ്. നമ്മൾ കുറേ നേരം ബീച്ചിലിരുന്ന് ഭയങ്കര ഒരു മാജിക്കൽ ഫീലിംഗ് ആയിരുന്നു. ഇന്ന് പക്ഷേ ഫുൾ കാർമേഘങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ സൺസെറ്റ് കിട്ടിയില്ല. ബട്ട് എനിവേസ് നമ്മൾ ആ ഒരു ടൈം ആവാറായപ്പോഴത്തേക്ക് ഇച്ചിരി യെല്ലോ കണ്ടപ്പോൾ നമ്മൾ നേരെ ബീച്ചിലേക്ക് പോകുന്നത് ഭയങ്കര തിരക്കായിരുന്നു. നമ്മളിപ്പോൾ ഒരു 3 years മുന്നേ പോയതും ഏകദേശം ഒരു വീക്കെൻഡ് ടൈമാണ്. പക്ഷെ അന്നൊന്നും ഇത്രയും തിരക്കില്ല. ഓരോ വർഷം കൂടുന്തോറും ഇവിടെ ഭയങ്കര തിരക്ക് കൂടി വരും. യൂഷ്വലി നമ്മളെ 2 രൂപ കൂടെയൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അബദ്ധം ഉണ്ടാവും. അപ്പൊ നമ്മൾ ആലോചിക്കരുത് ഇന്നെന്താ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത. അപ്പൊ ഉണ്ട് വൈകുന്നേരം ആവാറായപ്പോഴത്തേക്ക് നല്ല മഴയും സൺസെറ്റും ഇല്ല, ഒന്നുമില്ല, ഫുൾ ആൾക്കാരും. എനിവേസ് നമ്മൾ കുറച്ചു നേരം ഇരുന്നു. സൺസെറ്റ് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം ചെറിയ യെല്ലോയിഷ് കളറൊക്കെ ഉണ്ടായിരുന്നു. രാത്രി ആവുന്തോറും വർക്കല ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുക. നമുക്ക് അവിടെ ഓരോ സ്ഥലത്തും മ്യൂസിക് കേൾക്കാം. ക്ലിഫ് ഫുള്ള് ലൈറ്റ്സ് ഇട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമ്മൾ അവിടെ നിന്ന് കുറച്ചു നേരം ആ ലൈറ്റ്സും കാര്യങ്ങളും കണ്ടു. ബീച്ചിലേക്ക് നോക്കിയിരുന്നു. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വാസ് നൈസ്. നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. കുറച്ചു നേരം തിരയെണ്ണി കഥയൊക്കെ പറഞ്ഞ ശേഷം നമ്മൾ നേരെ ക്ലിഫിലേക്ക് പോയി. നമുക്ക് തിരിച്ചൊരു 8 മണി കഴിയുമ്പം ഒരു ട്രെയിൻ ഉണ്ട്, അതിൽ കയറണം. അപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് രാത്രിയിലുള്ള ക്ലിഫ് ഫുള്ള് ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. രാത്രി കൂടി വരുമ്പോ ഉത്സവത്തിന് പോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. ഫുൾ തിരക്കായിരുന്നു ക്ലിഫ്. ഇറ്റ് വാസ് നൈസ്. നമ്മൾ കുറെ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക്. അപ്പൊ ബൈ ബൈ.